ആത്മാവിന്റെ അകത്തളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ മനുഷ്യഹൃദയങ്ങളെ ഈ നോമ്പുകാലം വീണ്ടും ക്ഷണിക്കുന്നു. ലൗകിക ആകർഷണങ്ങളുടെ തിരക്കിൽ മറഞ്ഞുപോയ ആത്മസ്വരത്തെ വീണ്ടും കേൾക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും മൗനവും മനുഷ്യന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഉണർത്തുമ്പോൾ ത്യാഗത്തിന്റെ ഈ വഴിയിലൂടെ സ്വാർത്ഥതകളെ കുറുകെ വെച്ച് സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, വിട്ടുകൊടുക്കലിന്റെ വഴിയിലൂടെ ചരിക്കുവാൻ സഭ ആഹ്വാനം ചെയ്യുന്നു. ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടായ ഒരു തർക്കമാണ് ആരാണ് വലിയവൻ എന്നുള്ളത്. ഇന്നും നമ്മുടെ ഇടയിൽ ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നമുക്കും ഒന്ന് ചിന്തിക്കാം, ആരാണ് വലിയവൻ? ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയവർ, എന്തെങ്കിലും അധികാരമുള്ളവർ, അല്ലെങ്കിൽ കഴിവുകളുള്ളവർ, അങ്ങനെയുള്ളവരെയാണ് നാം വലിയവരായി അനുമാനിക്കുന്നത്. എന്നാൽ വലിയവൻ ആരാണെന്ന് യേശു പറഞ്ഞു വെക്കുന്നു. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നന്മയുടെ ഓർമ്മകളായി തീരുന്നവനാണ് വലിയവനെന്ന്. അതെ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നന്മയുടെ ഓർമ്മകളായി മാറുന്നവനാണ് വലിയവൻ. മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് മത്സര ബുദ്ധിയോടെയാണ്. നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവരെ ഒന്ന് അംഗീകരിക്കുവാൻ നമുക്ക് മനസ്സില്ല. അല്പം താഴ്ന്നു കൊടുക്കുവാനുള്ള മനസ്സും നമുക്കില്ല. ഇവിടെ വലിയവനാകണോ എങ്കിൽ ചെറുതാകണമെന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ലൂക്ക സുവിശേഷകൻ ചെറുതാകലിന്റെ സുവിശേഷമായിട്ടാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. സുവിശേഷത്തിലുടനീളം നോക്കിയാൽ ക്രിസ്തുവിന്റെ കണ്ണുടുക്കുന്നത് ചെറുതുകളിൽ തന്നെയാണ്. വയലിലെ വിത്തും ചെറുകുരുവികളും ശിശുക്കളും അവഗണിക്കപ്പെട്ടവരും ആരുമില്ലാത്തവർക്കുമെല്ലാം ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് സുവിശേഷകന്മാർ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നു. ഈ വചനം ചെറുതാകലിനെ കുറിച്ച് ധ്യാനിക്കുവാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാകാം ഈശോ ബെത്ലഹേമിൽ പിറന്നതും ഒടുവിൽ പീഡാസഹന ഉത്ഥാനങ്ങൾക്ക് ശേഷം ചെറിയ അപ്പമായി, ദിവ്യകാരുണ്യമായി ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതും. അഹന്തകളില്ലാതെ എല്ലായിടത്തും സമരസ്യപ്പെടുവാൻ തന്നെയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓരോ ചെറുതാകലും ഇത്ര കമനീയമായി പരിപാലിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഈ നോമ്പുകാലത്തിൽ ധ്യാനിക്കാം. ഒന്ന് ചെറുതാകുവാൻ, ഒരു കുഞ്ഞിനെ പോലെയെങ്കിലും ഭാരമില്ലാതെ, അഹന്തകളില്ലാതെ എല്ലായിടത്തും സമരസ്യപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുതുകളെ നമുക്ക് കാര്യമായി തന്നെ എടുക്കാം. ദൈവം ചെറുതുകൾക്ക് ഇടം കൊടുക്കുന്നത് പോലെ നമുക്കും ചെറുതാകുവാൻ പരിശ്രമിക്കാം. ചെറുതുകളിലാണ് ദൈവത്തിന്റെ കണ്ണുടുക്കുന്നത്. നമുക്കും ചെറുതിന്റെ സുവിശേഷത്തിലൂടെ യാത്രയാകാം. എളിമപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ വഴിയെ നടന്നു നീങ്ങുവാൻ ഈ നോമ്പുകാലം നമുക്ക് സാധ്യമാകട്ടെ. അതിനായി ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.